നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശമായി മലയാളികൾ വിഷു ആഘോഷത്തിന്റെ നിറവിൽ. കണിക്കൊന്നയും കണിവെള്ളരിയുമൊക്കെയായി നന്മയുടെ കണിക്കാഴ്ചയൊരുക്കി മലയാളം. മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷു കാർഷികോത്സവം കൂടിയാണെന്ന കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ജനങ്ങൾക്ക് വിഷു ആശംസകൾ നേർന്നു. നന്മയുടെ വിളനിലമായ വിഷു സന്ദേശം നാടിനും ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ എന്ന് ആലപ്പുഴയുടെ ചുമതല കൂടി വഹിക്കുന്ന മന്ത്രി ആശംസിച്ചു. ചേർത്തലയിൽ നിന്നും ബംഗളൂരുവിലേക്ക് KSRTC ഡീലക്സ് ബസ് സർവീസ് ആരംഭിച്ചു. ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ഇന്ധനത്തോടൊപ്പം വിഷു കൈനീട്ടമായി കണിക്കൊന്നയും. ദേശീയപാതയിൽ ചേർത്തല തിരുവഴയിലുള്ള കുടിലിൽ ഫ്യൂൽസിലാണ് കസ്റ്റമേഴ്സിന് വേറിട്ട വിഷു കൈനീട്ടം ഒരുക്കിയത്. വിശദമായ വാർത്തകളിലേക്ക്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്ദേശമുയർത്തി മലയാളികൾ ഒന്നടങ്കം വിഷു ആഘോഷത്തിന്റെ നിറവിൽ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. ഐശ്വര്യത്തിൻ്റെ കണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷത്തിൻ്റെ നിറവിൽ. കണിക്കൊന്നയും കണിവെള്ളരിയും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും പഴവർഗ്ഗങ്ങളുമൊക്കെയായി ഓട്ടുരുളിയിൽ കണിയൊരുക്കൽ. കണ്ണനെ കണി കണ്ടുണരുക, അത് വിഷു ആഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങ്. വീടുകളിൽ കുട്ടികളും മുതിർന്നവരും എല്ലാം ചേർന്ന് കണിക്കാഴ്ച ഒരുക്കും. വിഷുദിനം പുലരുന്നത് ഐശ്വര്യത്തിൻ്റെ കണിക്കാഴ്ചയോടെയാണ്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. കാർഷിക പെരുമയുടെ ആഘോഷം കൂടിയാണ് മലയാളികൾക്ക് വിഷു. മുതിർന്നവർ കുട്ടികൾക്ക് വിഷുക്കൈനീട്ടം നൽകലും വിഷുക്കഞ്ഞി ഒരുക്കലും വിഷുദിനത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങ്. കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഒരുമയുടെ സന്ദേശം പങ്കുവയ്ക്കുന്ന ആഘോഷം കൂടിയാണ് വിഷു. വിഷു എന്നത് കാർഷികോത്സവം കൂടിയാണെന്ന കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. വിഷുവിന് മുന്നോടിയായി തന്നെ വിഷു വരുന്നതായി നമ്മളെ അറിയിക്കുന്നത് കണിക്കൊന്നകൾ പൂത്തുകൊണ്ടാണ്. വിഷുവിന് കണിക്കൊന്ന പൂക്കും, ഓണത്തിന് തുമ്പയും പൂക്കും. പ്രകൃതി തന്നെ ഈ ആഘോഷങ്ങളിൽ, ഉത്സവങ്ങളിൽ പങ്കാളിയാവുന്ന അത്യപൂർവമായ അസുലഭ സുന്ദരമായ മനോഹര കാഴ്ചയാണ് ഇതെല്ലാം മലയാളിക്ക് സമ്മാനിക്കുന്നത്. വിഷുവിന് വേണ്ടി ഒരുക്കുന്ന കണിക്കാഴ്ചകളിൽ ഏറിയ പങ്കും കാർഷിക വിഭവങ്ങളാണ്. കണി കാണുന്നതോ അടുത്ത ഒരു വർഷക്കാലം സമ്പൽ സമൃദ്ധമാവാൻ വേണ്ടിയിട്ടാണ്, ഐശ്വര്യപൂർണ്ണമാവാൻ വേണ്ടിയാണ്. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉളവാകുന്നത് ഈ വിഭവങ്ങൾ ഇത് കാണുമ്പോഴാണ് എന്ന് മലയാളിക്ക് പണ്ടേ അറിയാം. കാർഷിക വിഭവങ്ങളാണ് നമ്മുടെ ഐശ്വര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാർഷിക വിഭവങ്ങളാണ് നമ്മുടെ സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം. അതുകൊണ്ട് തന്നെയാണ് അതിനെ പ്രത്യേകമായി ഒരുക്കിവെച്ച് അതിലേക്ക് കൺ തുറന്ന് നമ്മൾ ഐശ്വര്യപൂർണമായൊരു കാലം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി ഇഷ്ടപ്പെടുന്നത്, പ്രയത്നിക്കുന്നത്. വിഷു ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളും രീതികളും എല്ലാമാണ്. നമ്മുടെ ഐശ്വര്യവും നമ്മുടെ സമ്പൽ സമൃദ്ധിയും എല്ലാം ചേർന്ന് നിൽക്കുന്നത് കാർഷിക വിഭവങ്ങളിൽ ആണ്. അത് കേവലമായ ഒരു ആചാരത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ ഭാഗമായി മാത്രം അല്ല. ഇവയാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഘടകം എന്നുള്ളത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇനം കാർഷിക വിഭവങ്ങൾ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കണി കാണുന്നത് ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവുമായൊരു നല്ല കാലത്തെ പ്രതീക്ഷിക്കുന്നത് ഈ വിഭവങ്ങളിലൂടെയാണ്, ഈ കാർഷിക വിഭവങ്ങളിലൂടെയാണ്, അവയുടെ ഭക്ഷണത്തിലൂടെയാണ് നമുക്കതെല്ലാം നേടാനും കഴിയുക. അപ്പോൾ കൃഷി, ഭക്ഷണം, ആരോഗ്യം, ജീവിതം എന്നിവയെല്ലാം സമഞ്ജസമായി സമ്മേളിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് വിഷു എന്ന് തന്നെ പറയാൻ കഴിയും. വിഷു കാഴ്ചകൾ കണ്ട്, വിഷു കൈനീട്ടങ്ങൾ വാങ്ങി, വിഷുക്കോടി ഉടുത്ത്
മലയാളി വിഷുവിനെ സ്വീകരിക്കുമ്പോൾ ഈ മണ്ണും നമുക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. കണിക്കുന്നകൾ പൂത്തുലഞ്ഞ് ഈ മഞ്ഞപ്പൂക്കൾ വാരി വിതറി ഐശ്വര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിനത്തെ ഈ നമ്മുടെ കാഴ്ചയ്ക്കും നമ്മുടെ മനസ്സിനും എല്ലാം വേണ്ടിയിട്ട് സമ്മാനിക്കുമ്പോൾ പ്രകൃതിയും മനുഷ്യനും കൈകോർക്കുന്ന ഒരു മഹോത്സവമായി വിഷു മാറുകയാണ്. ആരോഗ്യത്തെ കൂടി കണക്കിലെടുക്കുമ്പോൾ വിഷു കാഴ്ചകളെ ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ടത് അനിവാര്യമാകുന്നുണ്ട്. മണ്ണിൽ യാഥാർത്ഥ്യമാക്കേണ്ടത് അത്യന്താപേക്ഷിതവും ആകുന്നുണ്ട്. ആ ചിന്തകളിലൊക്കെ കൂടി മനസ്സുകൂടി തുറക്കാൻ നമുക്ക് കഴിയട്ടെ. വിഷുവിന് പുത്തൻ കാഴ്ചകൾ കണ്ട് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും കണികൾ കണ്ട് ഉണരുന്ന നമ്മൾക്ക് ഐശ്വര്യപൂർണമായൊരു നാളിനെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ മണ്ണിനെയും കൂടി ചേർത്ത് വെക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ വിനയപൂർവമായ ആഗ്രഹം, അഭ്യർത്ഥന. എല്ലാവർക്കും ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. ചേർത്തലയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് KSRTCയുടെ ഡീലക്സ് ബസ് സർവീസ് ആരംഭിച്ചു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ചേർത്തലയിൽ നിന്നും ബാംഗ്ലൂരുവിലേക്ക് KSRTC ഡീലക്സ് ബസ് സർവീസ് ആരംഭിച്ചു. ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ആഴ്ചയിൽ 2 ദിവസമാണ് സർവീസ്. വെള്ളി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക് ചേർത്തലയിൽ നിന്നും ബാംഗ്ലൂരുവിലേക്കും ശനി തിങ്കൾ ദിവസങ്ങളിൽ ബാംഗ്ലൂരിൽ നിന്ന് ചേർത്തലയിലേക്കും സർവീസ് ഉണ്ടാകും. കൃഷിമന്ത്രി പി പ്രസാദിന്റെ ആവശ്യപ്രകാരം ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാർ ഇടപെട്ടാണ് സർവീസ് അനുവദിച്ചത്. ചടങ്ങിൽ ചേർത്തല മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയ്കുമാർ, വാർഡ് കൗൺസിലർ AAG, ATO അജിത് കുമാർ, ATO ഇൻചാർജ് സാജൻ, തൊഴിലാളി സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. ഇന്ധനത്തോടൊപ്പം വിഷു കൈനീട്ടമായി കണിക്കൊന്നയും. ദേശീയപാതയിൽ ചേർത്തല തിരുവഴിയിലുള്ള കുടിലിൽ ഫ്യൂവൽസാണ് ഇന്ധനത്തോടൊപ്പം കണിക്കൊന്ന വിഷു കൈനീട്ടമായി നൽകിയത്. ഇന്ധനത്തോടൊപ്പം വിഷു കൈനീട്ടമായി കണിക്കൊന്നയും. പെട്രോൾ പമ്പിലെ വേറിട്ട വിഷു കൈനീട്ടം ശ്രദ്ധേയമായി. ദേശീയപാതയിൽ ചേർത്തല തിരുവഴിയിലുള്ള കുടിലിൽ ഫ്യൂവൽസിലാണ് കസ്റ്റമേഴ്സിന് വേറിട്ട വിഷു കൈനീട്ടം ഒരുക്കിയത്. ഞായറാഴ്ച ഇന്ധനം നിറയ്ക്കാനെത്തിയവർക്ക് ഒരു കെട്ട് കണിക്കൊന്നയും സമ്മാനം, പിന്നെ വിഷു ആശംസയും. പമ്പിൽ നല്ല തിരക്കും അനുഭവപ്പെട്ടു. കണിയൊരുക്കാൻ കൊന്നപ്പൂ തിരക്കി നടക്കേണ്ട. വാഹനങ്ങളിൽ ഇന്ധനത്തോടൊപ്പവും മനസ്സുകളിൽ സന്തോഷവും നിറഞ്ഞു. പമ്പിലെത്തിയവർക്കെല്ലാം കൊന്നപ്പൂവും വിഷു ആശംസകളും സമ്മാനിച്ചാണ് മടക്കിയത്. ടൈം ന്യൂസ്, ചേർത്തല. CPIM പുന്നപ്ര കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു. സലാം MLA താക്കോൽദാന കർമ്മം നിർവഹിച്ചു. CPIM പുന്നപ്ര കിഴക്ക് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 5-ാം വാർഡിൽ ആറുപറച്ചിറ വീട്ടിൽ ഷൈജയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ഭർത്താവ് സുശീലൻ 6 മാസം മുൻപാണ് മരിച്ചത്. ഷൈജയും 2 കുട്ടികളും ഉൾപ്പെട്ട കുടുംബം തകർന്നു വീഴാറായ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. 3 കിടപ്പുമുറി, ഹാൾ, അടുക്കള, ശുചിമുറി ഉൾപ്പെട്ട മേൽക്കൂര വാർത്ത വീട് 600ഓളം സ്ക്വയർ ഫീറ്റിലാണ് പൂർത്തിയാക്കിയത്. സലാം MLA ഷൈജയ്ക്ക് താക്കോൽ കൈമാറി. പഞ്ചായത്തിലെ ഏതെങ്കിലും സ്കീമിൽ നിർമ്മിക്കാൻ കഴിയാത്ത ആളുകൾ, ചിലപ്പോൾ ആഹാരത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും സാങ്കേതിക തടസ്സങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഔദ്യോഗികമായി ഗവൺമെന്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ പഞ്ചായത്ത് വഴി കൊടുക്കുന്ന ആനുകൂല്യം കിട്ടാൻ പ്രയാസമുള്ള കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ കാണും. അവർ പ്രദേശം എടുക്കുമ്പോൾ ഏറ്റവും വീട് സ്വന്തമായി നിർമ്മിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരു കുടുംബം, ഇങ്ങനെയാണ് ഒരു സെലക്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് ഈ ലോക്കൽ കമ്മിറ്റി ആദ്യ ഘട്ടത്തിൽ തീരുമാനിക്കുന്ന സമയത്ത് മറ്റൊരു കുടുംബത്തെ നിശ്ചയിച്ചിരുന്നു. ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് എനിക്ക് തോന്നുന്നു. നിശ്ചയിച്ചതിന്റെ പ്രാഥമിക കാര്യം ആലോചിക്കുമ്പോൾ കുടുംബത്തിൽ രണ്ടുപേരും മരണപ്പെട്ടു. കുടുംബനാഥം മരണപ്പെട്ടു, വേറെ ആരുമില്ല. അപ്പോൾ ആ കുടുംബത്തിൽ വീട് പിന്നെ വേണ്ടാത്തൊരവസ്ഥ വന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ രജുമോനോട് പറഞ്ഞ പോലെ വിനോദിനെ നിശ്ചയിച്ചു. പിന്നെ 3ാമതാണ് വരുന്നത്, സുശീലിനെ ഇതിൽ തീരുമാനിക്കപ്പെടുന്നു. അമ്പലപ്പുഴ ഏരിയയിലെ 10 ലോക്കൽ കമ്മിറ്റിയാണ്. 10 ലോക്കൽ കമ്മിറ്റിയിൽ 7 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇനി 3 വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തീകരിക്കാനുള്ളത്. അതിന് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന 11ാമത്തെ വീട് കൂടി, ഒരു ലോക്കൽ കമ്മിറ്റി ഒരു വീട് പൂർത്തീകരിച്ചിരുന്നു. അമ്പലപ്പുഴ പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റി, അവിടെ ഇപ്പോൾ പുതിയൊരു വീട് കൂടി, രാജേഷ് എന്ന് പറയുന്ന നമ്മുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ഒരാൾ മരണപ്പെട്ടു പോയി സമീപ സമയം. 10ാം പിയൂസ് പള്ളിക്ക് സമീപം ചേർന്ന സമ്മേളനത്തിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ VK ബൈജു അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് R രാഹുൽ, ജില്ലാ കമ്മിറ്റി അംഗം A ഓമനക്കുട്ടൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ജഗദീശൻ, AP ഗുരുലാൽ, പള്ളി വികാരി ഫാദർ ആൻസൺ അറുകുലശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ സുലഭ ഷാജി, ഗീതാ ബാബു, റംല ഷിഹാബുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ M മാക്കീൽ എന്നിവർ സംസാരിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച CV അനിയൻ കുഞ്ഞിനെ സമ്മേളനത്തിൽ അനുമോദിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R രജിമോൻ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ.
ജനപക്ഷ നിലപാടുകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടാൻ കഴിഞ്ഞയാളാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെന്ന് ആലപ്പുഴ MP KC വേണുഗോപാൽ. ജനപക്ഷ നിലപാടുകളിലൂടെ ജനമനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞയാളാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെന്ന് KC വേണുഗോപാൽ MP. സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന നേതാവായ VS എന്നും തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും പക്ഷത്തായിരുന്നു. ജനങ്ങളെ സഹായിച്ചാൽ ജനമനസ്സിൽ എന്നും ഇടം നേടാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നിലുണ്ടായിരുന്ന നേതാവാണ് VS. ഈ നാട്ടിലെ തൊഴിലാളിയുടെയും പാവപ്പെട്ടവൻ്റെയും വികാരങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടു നടന്നുകൊണ്ടായിരിക്കാം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം ആ ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയമായി ഞങ്ങളെല്ലാം വിമർശനം പറയുന്നതും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ചിലപ്പോഴെങ്കിലും ശരിയുണ്ട് എന്നുള്ള നിലപാടിൽ വാങ്ങിക്കുന്നത്. അദ്ദേഹം ഇന്ന് കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന രാഷ്ട്രീയ നേതാവായിട്ട് ഇപ്പോഴും നമ്മളെ കൂടെയുണ്ട്. ആരോഗ്യകരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സാന്നിധ്യം ഇന്നും കേരളം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. മുഹമ്മ പുല്ലമ്പാറയിൽ VSന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ലതീഷ് B ചന്ദ്രൻ ആരംഭിച്ച ജനകീയ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു KC വേണുഗോപാൽ. ഒരു പഞ്ചായത്ത് അംഗം എങ്ങനെയായിരിക്കണമെന്നതിന് മാതൃകയാണ് ലതീഷ് B ചന്ദ്രൻ എന്ന BJP നേതാവ് വെള്ളിയാകുളം പരമേശ്വരൻ പറഞ്ഞു. എന്നും സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്കൊപ്പം നിന്ന VSന്റെ പേര് ലാബിന് നൽകിയത് ഉത്തമമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് അംഗം ST റെജി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് PS ജ്യോതിസ്, നടൻ എഴുപുന്ന ബൈജു, ഡോക്ടർ ബിജു പ്രഭാകരൻ, പഞ്ചായത്ത് അംഗം ലതീഷ് B ചന്ദ്രൻ, അജിത് സുരേഷ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, മുഹമ്മ. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നടന്നു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണവില വർദ്ധിക്കുന്നത് ജനങ്ങൾക്ക് ഗുണകരമാണെന്നും ഇന്ത്യയിൽ കൈവശമുള്ളതിൽ കേരളത്തിലാണ് ആളോഹരിയിൽ കൂടുതലുള്ളതെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അബ്ദുൽ നാസർ പറഞ്ഞു. 25,000 ടണ്ണിലധികം സ്വർണ്ണമാണ് ഇന്ത്യയിൽ ജനങ്ങളുടെ കൈവശമുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളായ അമേരിക്ക ഉൾപ്പെടെയുള്ള 10 രാജ്യങ്ങളുടെ റിസർവ് സ്വർണ്ണത്തേക്കാൾ കൂടുതലാണിത്. അന്താരാഷ്ട്ര സ്വർണ്ണവില വർദ്ധിക്കുന്നതനുസരിച്ചാണ് കേരളത്തിലെ സ്വർണ്ണവിലയും കൂടുന്നത്. വിഷു, ഈസ്റ്റർ, അക്ഷയ തൃതീയ, വിവാഹ സീസണുകൾ വരുന്നതിനാൽ സ്വർണ്ണവില വർദ്ധിക്കുന്നത് ചെറിയ തോതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിലും ജനങ്ങളുടെ വാങ്ങൽ ശക്തി കുറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ വൻകിട നിക്ഷേപകർ സ്വർണത്തിൽ മുതലിറക്കുന്നു. അങ്ങനെയാണ് സ്വർണത്തിൻ്റെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം $2,955 സ്വർണ്ണവില തിരിച്ചു വന്നതാണ്. പക്ഷെ അതിൽ നിന്നാണ് പെട്ടെന്ന് $3,140 ഇപ്പോൾ വില എത്തിയിരിക്കുന്നത്, $240 എത്തിയിരിക്കുന്നത്. ഇത് സ്വർണ്ണാഭരണ മേഖലയിൽ വലിയ പ്രതിസന്ധിയും ഒരു പ്രശ്നങ്ങളുമാണ് നമ്മുടെ ഈ സാഹചര്യത്തിൽ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാളെ കഴിഞ്ഞാൽ വിഷുവാണ്, ഈസ്റ്റർ വരുന്നു, അക്ഷയ തൃതീയ പോലെ സ്വർണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ വാങ്ങിക്കുന്ന ഒരു സുദിനം വരുന്നു. അതോടൊപ്പം തന്നെ വിവാഹ സീസൺ തുടരുകയുമാണ്. അപ്പോൾ എല്ലാവരും കൂടുതൽ സ്വർണം വാങ്ങുന്ന ഒരു പുതിയ സീസണിലാണ് ഈ വിലവർധന ഉണ്ടായിരിക്കുന്നത്. സ്വർണം വലിയ വർധന താഴോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിൽ കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അഡ്വാൻസ് ബുക്കിങ്ങിനെ കുറിച്ചൊക്കെ നമ്മുടെ അസോസിയേഷന് ഏറ്റവും കൂടുതൽ വിയോജിപ്പുള്ളതാണ് ഇപ്പോഴത്തെ അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനം തന്നെ. കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഏക ഉൽപ്പന്നം സ്വർണ്ണ മാത്രമാണ്. കൂടിയാൽ എന്ന് ബുക്ക് ചെയ്യുന്ന വില ആണോ ആ വില കൊടുക്കുന്നത് സ്വർണം മാത്രമാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ കോവിഡ് കാലത്ത് 2,500 രൂപയായിരുന്നു, 2,800 രൂപയായിരുന്നു സ്വർണത്തിൻ്റെ വില. അടച്ചിട്ട് പോയി തിരിച്ച് വന്ന് വീണ്ടും തുറക്കുമ്പോൾ അത് 3,800 എത്തി. വലിയ തോതിലുള്ള നഷ്ടമാണ് അന്ന് സ്വർണ്ണ വ്യാപാരികൾക്കുണ്ടായിട്ടുള്ളത്. അഡ്വക്കേറ്റ് S അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് ജനറൽ സെക്രട്ടറി B പ്രേമാനന്ദ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് AJ ഷാജഹാൻ, AHM ഹുസൈൻ, ഷിബുരാജ്, സലീം രാജധാനി, സക്കീർ ഹുസൈൻ കോയിക്കൽ, ഷഫീഖ് അറേബ്യൻ, അബൂജനത, ഷാനവാസ് മംഗല്യ, സംസ്ഥാന കൗൺസിൽ അംഗം അയ്യപ്പൻ കൈപ്പള്ളിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ജില്ലാ ഭാരവാഹികളായി AHM ഹുസൈൻ, സലീം രാജധാനി, ഷിബുരാജ്, ഉല്ലാസ് മംഗല്യ, നാസർ മഹാറാണി, ഷാനവാസ് മംഗല്യ, ലാലച്ചൻ, അബൂജനത, സക്കീർ ഹുസൈൻ കോയിക്കൽ എന്നിവരെയും തിരഞ്ഞെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ CITU കായംകുളം യൂണിറ്റ് സമ്മേളനം നടന്നു.
കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ CITU കായംകുളം യൂണിറ്റ് സമ്മേളനം NS സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്നു. സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി B. അബിൻ ഷാ ഉദ്ഘാടനം ചെയ്തു. ടെസ്റ്റ് എഴുതുന്നത് മലയാളത്തിലാണോ, ഇംഗ്ലീഷിലല്ലേ? ആ രൂപത്തിലേക്ക് കഴിഞ്ഞ 9 വർഷക്കാലമായി കുട്ടികളെ മാറ്റിയെടുത്തതാണ് ഈ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷം പിണറായിയുടെ ഗവൺമെന്റ് ചെയ്ത പ്രധാനപ്പെട്ട ഒന്ന്. ഇത്തരത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങളാണ്. ഇത്തരം വസ്തുതകളെ, ഇത്തരം കാര്യങ്ങളെ കേരളത്തിലെ മാധ്യമ കൂട്ടർ പ്രചരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ ചാനലിൽ രാവിലെ തൊട്ട് വന്നിരുന്ന് ഇപ്പോൾ കുറേ ആളുകൾ വൈകുന്നേരം ആകുമ്പോൾ പൗഡറും ഒക്കെ ഇട്ട് വന്നിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല, വരുന്നതിന് കാശും കൊടുക്കും. ചാനലുകാർ കാശ് കൊടുക്കും കേട്ടോ. വന്നിരുത്തിയാൽ ടാക്സി വിട്ടു കൊടുക്കും, വന്നിരുന്നാൽ പൗഡർ ഇട്ട് കൊടുക്കും, എന്നിട്ടാണ് കയറ്റിയിരുന്നത്. പോകുമ്പോൾ കാശും കൊടുക്കും. അല്ലാതെ ചുമ്മാ വന്നിരുന്ന് വർത്തമാനമൊന്നും പറയുന്നൊന്നുമല്ല. പറയുന്നതോ വിഷലിപ്തമായ വർത്തമാനങ്ങളല്ല. വിക്കിപീഡിയ യൂണിവേഴ്സിറ്റി എന്നാണ് വർത്തമാനം പറയുന്നത്. ശരിയായ എന്തെങ്കിലും കാര്യം പറയൂ. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഗവൺമെന്റിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ടോ? യൂണിയൻ പ്രസിഡന്റ് TA നാസർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷാഹിറ മോൾ സ്വാഗതം പറഞ്ഞു. KP മോഹൻദാസ്, G. ശ്രീനിവാസൻ, D. തുളസീദാസ് എന്നിവർ സംസാരിച്ചു. ഇതോടൊപ്പം പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. TA നാസർ, ചന്ദ്രൻപിള്ള, ഗീത, ഷാഹിറ മോൾ, വിഷ്ണു, വിജയമ്മ എന്നിവരെയാണ് പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തത്. ടൈം ന്യൂസ്, കായംകുളം. ആലപ്പുഴ കലവൂർ മാരൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടന്നുവന്ന മഹാസത്രത്തിന് സമാപനം. മനുഷ്യ ശരീരത്തെ എങ്ങനെ ശ്രേയസ്കരമായി കൊണ്ടുപോകാമെന്ന് മാർഗനിർദ്ദേശം തരുന്നതാണ് ഭാഗവതമെന്ന് രാജശ്രീ സംഗമേശൻ തമ്പുരാൻ പറഞ്ഞു. കലവൂർ മാരൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന അഖില ഭാരത ഭാഗവത മഹാസത്രത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സകല ചരാചരങ്ങളിലും ഈശ്വരനെ കാണാൻ സാധിക്കണം. ഭക്തിയോഗത്തിന്റെ ചവിട്ടുപടിയാണ് വിഗ്രഹാരാധനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഹാസത്രം തിങ്കളാഴ്ച വൈകിട്ട് സമാപിച്ചു. വൈകിട്ട് 4-ന് KC വേണുഗോപാൽ MP സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PP ചിത്തരഞ്ജൻ MLA, BJP ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് PK ബിനോയ്, KSDP ചെയർമാൻ CB ചന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശമായി മലയാളികൾ വിഷു ആഘോഷത്തിന്റെ നിറവിൽ. കണിക്കൊന്നയും കണിവെള്ളരിയുമൊക്കെയായി നന്മയുടെ കണിക്കാഴ്ചയൊരുക്കി മലയാളം. മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷു കാർഷികോത്സവം കൂടിയാണെന്ന കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ജനങ്ങൾക്ക് വിഷു ആശംസകൾ നേർന്നു. നന്മയുടെ വിളനിലമായ വിഷു സന്ദേശം നാടിനും ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ എന്ന് ആലപ്പുഴയുടെ ചുമതല കൂടി വഹിക്കുന്ന മന്ത്രി ആശംസിച്ചു. ചേർത്തലയിൽ നിന്നും ബംഗളൂരുവിലേക്ക് KSRTC ഡീലക്സ് ബസ് സർവീസ് ആരംഭിച്ചു. ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കൃഷിമന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. ഇന്ധനത്തോടൊപ്പം വിഷുക്കൈനീട്ടമായി കണിക്കൊന്നയും. ദേശീയപാതയിൽ ചേർത്തല തിരുവഴയിലുള്ള കുടിലിൽ ഫ്യൂൽസിലാണ് കസ്റ്റമേഴ്സിന് വേറിട്ട വിഷുക്കൈനീട്ടം ഒരുക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.